ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. നിങ്ങൾ വിചാരിക്കും പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ ഈദ് മുബാറക്ക് പറയുന്നത്? ഇന്നല്ല കേട്ടോ. കേരളത്തിലൊക്കെ ഇന്നലെ ആയിരുന്നു പെരുന്നാൾ, പിന്നെ ഗൾഫിലൊക്കെ മെനഞ്ഞാന്നായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ ദ്വീപിൽ ഇന്നാണ് പെരുന്നാൾ, ബലിപെരുന്നാളിൻ്റെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാ പെരുന്നാളിനും ഉള്ളതാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരും ഒന്ന് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങില്ല. അപ്പോൾ അതേ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങോട്ട് നോക്കും. നമ്മളിപ്പോൾ വന്നേക്കുന്നത് തെക്ക് എയർപോർട്ടിൻ്റെ ഭാഗത്തേക്കാട്ടോ. ആദ്യം നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്. അവിടെ ഫുള്ള് ആൾക്കാരാണ്. അവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ചുമ്മാ നിൽക്കുമെന്നോ. ഇതുപോലെ തന്നെ വടക്കും ആൾക്കാരുണ്ടാവും. അപ്പോൾ അതേ നമ്മുടെ കൂടെ സൽമത്തുണ്ട്. സൽമത്തിനെ ഒന്ന് കാണിച്ചേരെ. ഹായ് പറ. ഈ ഒരു ഈദ് മുബാറക്ക് പറഞ്ഞേരെ. നമ്മള് പെരുന്നാൾക്ക് കണ്ടുമുട്ടി. അതെ, കഴിഞ്ഞത് നമ്മള് താക്കി പെരുന്നാളായിരുന്നു. അതെ, ഇതേ സ്ഥലത്ത്. ഇനിയിപ്പോ ഞങ്ങള് വടക്കോട്ട് പോകണം. കുറച്ച് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണിക്കണ്ടേ? ഞങ്ങളുടെ നാട്ടിലെ പെരുന്നാളൊക്കെ നമ്മൾ ഒത്തിരി താമസിച്ചു പോയി. പിന്നെ പെരുന്നാളിന്റെ ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉറങ്ങിപ്പോയതാണ്. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചില്ല, അതിന്റെ ക്ഷീണം എന്തായാലും ഉണ്ടാവും. ഇന്നലെ രാത്രി ഞങ്ങൾ മന്തി കഴിച്ചു കേട്ടോ. ഇന്നലെ കൂടി വെന്ത്. ഇന്നലെ ഞങ്ങൾ പെരുന്നാളിന്റെ തലേ ദിവസത്തെ ദ്വീപിലെ ഒരു പ്രത്യേകതയാണ് കൂടി വേഗ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ, പക്ഷെ ഞാൻ കൂടി വേഗം വന്നില്ല, കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഇവര് കൂടി വെന്ത് നല്ല അടിപൊളി മന്തി കേട്ടോ. മന്തിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. നമുക്ക് എന്തുവായിരുന്നു? നമ്മളവിടെ കൂട്ടും ചോറും, സാധാ ചോറിനും കറിക്കും കൂട്ടും ചോറെന്ന് പറയും. ഷഹനാസിന്റെ വീട്ടിലൊന്ന് കൂട്ടും ചോറും. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണി ആയിരുന്നു. ഞാൻ മട്ടൻ ബിരിയാണി രാത്രിത്തെ കൊണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അപ്പോൾ അതേ ഞങ്ങൾ ബിരിയാണി എല്ലാം കഴിച്ചതിൻ്റെ ക്ഷീണമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ പറഞ്ഞ സമയം ഇപ്പോൾ 6 മണിയായി. അപ്പോൾ വടക്ക് നമുക്ക് കാണാം. നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് അതെ, ഒന്ന് ജസ്റ്റ് നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് നിന്നിട്ട് വടക്കോട്ട് പോകാം. ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ മട്ടൺ ബിരിയാണി കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് മട്ടൻ ബിരിയാണിയൊക്കെ റെഡിയായി. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഈ ബിരിയാണിയുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ലേറ്റ് ആയിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ പറ്റിയില്ല അവിടെ. അപ്പോൾ അതേ വൈകുന്നേരം 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ തെക്കോട്ട് പോകാൻ വേണ്ടി പോവാണേ. ഞങ്ങൾ പോയിട്ട് വരട്ടെ. സമ്മതിച്ചൊന്ന് പോകാൻ തോന്നുന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം നമ്മുടെ ദ്വീപിൽ കാണുന്ന ഒരു അടിപൊളി കാഴ്ചയാണിതാ ഇത്. എല്ലാവരും പുതിയ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് ഇതാ നേരെ തെക്കോട്ട് വരും, പിന്നെ വടക്കോട്ട് വരും. അപ്പോൾ തെക്കും വടക്കും എന്ന് നമ്മുടെ ദ്വീപിൽ പറയുന്നതാണ് കേട്ടോ. തെക്ക് ഭാഗം, വടക്ക് ഭാഗം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നത് തെക്ക് എയർപോർട്ടിൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കുറേ ആൾക്കാർ നേരത്തെ പോയവരൊക്കെ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവരിൽ കുറേ പേരിനി വടക്ക് ഭാഗത്തേക്കൊക്കെ പോവേ. അപ്പോൾ നമ്മളിപ്പം തെക്കോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളിന്ന് കുറേ ലേറ്റായി. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇപ്പോൾ 5:30 കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മളിതാ നേരെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ വണ്ടികൾ കേട്ടോ. ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നടന്നു പോകുന്ന ആൾക്കാരും ഉണ്ട്, അതുപോലെ ഓട്ടോയിൽ വരുന്നവരും ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ഇവിടെയൊക്കെ കുറേ പേര് കൂടിയിരിക്കുന്നുണ്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ദ്വീപിലെ പെരുന്നാൾ വിശേഷങ്ങൾ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ വന്ന് കൂട്ടുകാരുമായിട്ടും കുടുംബക്കാരും എല്ലാം ആയിട്ട് ഇതുപോലെ വന്നിട്ടിങ്ങനെ ഇരിക്കും. പിന്നെ എല്ലാ പ്രാവശ്യവും ഇവിടെയൊക്കെ ഒരുപാട് ചായയൊക്കെ കിട്ടുന്നതും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്നതൊക്കെ ഒരുപാട് കടകളുണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മുടെ വലിയ പെരുന്നാളിനെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു കപ്പലൊക്കെ കുറവായത് കാരണം സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ക്ഷാമമുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം കൂടുതൽ സ്റ്റാളുകളൊന്നും ഇടാഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ സ്റ്റാളുകൾ കാണും, കുറേ സ്റ്റാൾ കാണും. അവിടെയൊക്കെ നല്ല തിരക്കുമായിരിക്കും. അപ്പോൾ അതേ ഇവിടെ എല്ലാം ആൾക്കാരുണ്ട് കേട്ടോ. അതാ ഇവിടെ ചെറിയൊരു ബീച്ചുണ്ട്. നമ്മൾ ഇതുവരെ ഈ ഒരു ബീച്ചിലെ ടീ ഷോപ്പിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്കൊരു ദിവസം വരാം. ഇവിടെ എന്താ കണ്ടോ, ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ വന്നേക്കുന്നത് എയർപോർട്ടിൻ്റെ അടുത്താണ്. ദേ ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ ഓട്ടോകൾ, സ്കൂട്ടറുകൾ, വണ്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ മിക്ക ആൾക്കാരും ഈ തെക്ക് ഭാഗത്തുണ്ടായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ദേ കണ്ടോ ഇവിടെ എല്ലാം വണ്ടികൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് ആ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് വെറുതെ ഇതിലേക്കൂടെ ഒന്ന് നടന്നിട്ട് വരാം. എന്നിട്ട് ഇനി നമുക്ക് നേരെ വടക്കോട്ട് പോകണം.
അപ്പോൾ ഞാനിവിടെ വണ്ടി നിർത്തിയിട്ട് ചെറുതായിട്ടൊന്ന് ഇൻട്രോ പറയാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ ഒരു രക്ഷയില്ല. കാരണം വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഹോണടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇൻട്രോ പറയാൻ പറ്റിയില്ല. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് കയറി നിന്നിട്ട് നമ്മൾ ഇൻട്രോ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ദ്വീപിലെ 3/4 ആൾക്കാരും ദാ ഈ ദ്വീപിൻ്റെ തെക്ക് ഭാഗത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗമാണ്. ഈ ഒരു ചെടി നല്ല രസമാണ് കാണാൻ. തറയിൽ ഇങ്ങനെ ഇതിനകത്ത് നല്ലൊരു പൂവുണ്ടാകും കേട്ടോ. നല്ല ഭംഗിയാണ്. കൂടുതൽ ആൾക്കാരും ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഈ പോച്ച പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. നല്ല രസമാണ്. അതെ, ഇവിടെ കൂടുതൽ ആൾക്കാരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. എല്ലാവരും കൂട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുക, റീൽസൊക്കെ എടുക്കുക, വീഡിയോസൊക്കെ ചെയ്യുക. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. അതെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എത്ര ആൾക്കാരാണെന്ന് നോക്കിക്കേ. ഇനിയും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അതേ കണ്ടോ, കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് വരുന്നുണ്ടോ. എല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നേക്കുവാണ്. അതേ ഞാൻ പറഞ്ഞ ഒരു ചെടി കണ്ടോ, നല്ല രസമില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരെ തെക്ക് നിന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വണ്ടികളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ റോഡ് ഭയങ്കര ബ്ലോക്കാവും. അപ്പോൾ നമുക്ക് നേരെ ഇനി വടക്കോട്ട് വണ്ടി വിടാം. പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് അന്താം ബീച്ചിൽ കയറിയിട്ട് പോകാം. നമ്മൾ എപ്പോഴും വരുമ്പോൾ അവിടെ കയറുന്നതല്ലേ. അപ്പോൾ ഇന്ന് പെരുന്നാളായിട്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് അങ്ങോട്ട് കയറാം. ഇതേ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. എല്ലാം ഫാമിലിയായിട്ടും കൂട്ടുകാരുമായിട്ടും ഒക്കെ വരുന്ന ആൾക്കാരാണ്. കുറേ നേരം ഇവിടെ തെക്ക് വന്നിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ വടക്കോട്ട് പോകും. പിന്നെ എവിടെയെങ്കിലും ടീ ഷോപ്പുകളിലൊക്കെ കയറിയിട്ട് ചായയൊക്കെ കുടിച്ച്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരുമായിട്ടും ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകും. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ബീച്ചിൻ്റെ അവിടെ വന്നിട്ട് കുറേ ഇങ്ങനെ ചുറ്റും കൂടിയൊക്കെ ഇരിക്കും. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് നേരെ തിരിച്ച് അന്താം ബീച്ചിലോട്ട് വന്നു. അവിടെ ഒരുപാട് ആൾക്കാരായിരുന്നു. വടക്കൂന്ന് കുടിക്കാം. അന്തം ബീച്ചിൽ വന്നപ്പോൾ ഇവിടെയും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതലും വടക്കുന്നൊക്കെ ഉള്ളവർ ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് ഇതാ ഇവിടെ തെക്ക് വന്നിട്ട് എല്ലാവരും കൂടെ ചുറ്റും കൂടിയിരിക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഓട്ടോ പിടിച്ചിട്ട് പോകാറുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ ഉള്ളവർ അങ്ങനെയും വരും. ഹായ്, പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട്? ബാക്കി ഗ്യാങ്ങൊക്കെ എന്ത് ചെയ്യേ? അപ്പോൾ അതാ ഇതും നമ്മുടെ കുറച്ച് കൂട്ടുകാരാണ്. അവരോടും കുറച്ച് കുശലമൊക്കെ പറഞ്ഞു. ഇവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നേക്കുന്നതാണ് കേട്ടോ. ഈ പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ വടക്കോട്ട് പോവുകയാണ്. കാരണം വണ്ടികൾ ഇങ്ങനെ തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ തെക്ക് ഭാഗത്തുനിന്ന് വടക്കോട്ട് എത്തണം. കാരണം ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുമല്ലേ. ഇതേ കണ്ടോ, സന്ധ്യ ആകുമ്പോഴത്തേക്ക് വരുന്നേ ഉള്ളൂ. ഇതിൽ കുറേ ആൾക്കാർ ചിലപ്പോൾ വടക്ക് പോയിട്ട് തെക്കോട്ട് വരുന്നവരായിരിക്കും. ചിലപ്പോൾ തെക്ക് വന്നിട്ട് തിരിച്ച് വടക്ക് പോകുന്ന നമ്മളെപ്പോലുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ ദേ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വണ്ടിയിൽ സ്കൂട്ടറും ഓട്ടോയും കാറും എല്ലാം ആയിട്ട് ഇതാ നമ്മുടെ ദ്വീപിലെ റോഡ് ഭയങ്കരമായിട്ടും തിരക്കിലായി കേട്ടോ. അപ്പോൾ ദേ നമ്മൾ നേരെ വടക്കോട്ട് പോവുക. ഇവിടേക്ക് സ്കൂട്ടർ ഇരിക്കുന്നുണ്ടോ, അങ്ങ് ദൂരെ മാറിയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടോ, എല്ലാവരും അവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് നടന്നു പോകുന്നവരും ഉണ്ട്. ദേ കണ്ടോ, കുറേ പേര് നടന്ന് തെക്കോട്ട് വന്നവരുണ്ടായിരുന്നു. നമ്മളെപ്പോഴും തെക്കൂന്ന് ചായ കുടിച്ചിട്ടാണ് വരാറുള്ളത്. ദേ നമ്മുടെ സഫ ബീച്ചിലെ തിരക്ക് കണ്ടോ. ഇന്ന് വൈകുന്നേരം എല്ലാ ടീ ഷോപ്പുകളിലും നല്ല തിരക്കായിരിക്കും. കാരണം ഈ വരുന്നവരെല്ലാവരും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വടക്ക് പോയിട്ട് വടക്കുള്ള ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ അതേ വരുന്ന വഴി നമ്മുടെ വീണ്ടും അടുത്ത 2 ഫ്രണ്ട്സിനെ കണ്ടു. അവർ ഫാമിലിയായിട്ട് തെക്കൂന്ന് വടക്കോട്ട് പോവാട്ടോ. അപ്പോൾ നമ്മുടെ ദ്വീപിലെ പെരുന്നാൾ വിശേഷങ്ങളിലെ വൈകുന്നേരത്തെ അടിപൊളി കാഴ്ചയാണിത് കേട്ടോ. എല്ലാ പെരുന്നാളിലും നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് തെക്കും വടക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ വടക്കെത്തിയേ. ഞങ്ങൾ തെക്ക് നിന്നും നേരെ വടക്ക് വന്നതാണ് കേട്ടോ. വടക്ക് ലഗൂൺ ബീച്ചിൽ വന്നതാണ്. പക്ഷേ വന്നപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്നൊരു മഴ പെയ്തതേ. ബീച്ചിലിരുന്ന് എല്ലാവരും ഓരോരോ സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഫുൾ ആൾക്കാരായിരുന്നു. മഴ പെയ്തപ്പോഴത്തേക്ക് എല്ലാവരും ഓരോ മരത്തിൻ്റെ സൈഡിലൊക്കെ വന്ന് മഴ കൊള്ളാതെ വന്ന് നിന്ന്. ഇവിടെ ഇരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, എല്ലാവരും ഓടിയില്ലയോ. പെട്ടെന്നൊരു മഴ പെയ്തേ, ഓർക്കാതൊരു മഴ. കണ്ടില്ലയോ ജാസ് വ്ലോഗ്? കരി കുടിക്കാന്നാ പെരുന്നാളുമായിട്ട് അറിയാവോ എന്നെ? എനിക്ക് വയ്യ. ജാസ് വ്ലോഗ്. മഴ പെയ്തല്ലോ പെട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ തെക്കെല്ലാം പോയിട്ട് നേരെ വടക്ക് വന്നു കേട്ടോ. ഇപ്പോൾ ചെറിയൊരു മഴയെല്ലാം പെയ്ത് തോർന്നു.
അപ്പോൾ അതേ നമ്മൾ സ്ഥിരം വരാറുള്ള ഷോപ്പിൽ വന്നു ചായ കുടിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെയും നമ്മുടെ ഒരു ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു. ആൾ നമ്മളെ കൈയൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഫാമിലി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ, അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസം എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട് കേട്ടോ, അതും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തേക്കാം. അപ്പോഴേ നാളെ നമ്മുടെ ദ്വീപിൽ പെരുന്നാളാണ് കേട്ടോ, ബലി പെരുന്നാളാണ്. അപ്പോൾ കേരളത്തിലൊക്കെ ഇന്നായിരുന്നു പെരുന്നാൾ, ഗൾഫ് നാടുകളിലൊക്കെ ഇന്നലെ ആയിരുന്നു പെരുന്നാൾ. പക്ഷേ ദ്വീപിൽ നാളെയാണ് പെരുന്നാൾ കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിയെ പെരുന്നാൾ രാത്രി എന്നാണ് പറയുന്നത്. അപ്പോൾ പെരുന്നാൾ രാത്രിയിൽ നമ്മുടെ ദ്വീപിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും എല്ലാം കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടി തിന്നുക എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ ഈ രാത്രിയിൽ ഇങ്ങോട്ട് വന്നേക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ അവർ ഫുഡൊക്കെ നേരത്തെ റെഡിയാക്കി കേട്ടോ. സാധാരണ എല്ലാവരും കൂടെ കൂടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിനാണ് ഈ കൂടി തിന്നുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡ്യൂട്ടിയിലായിരുന്നു. ഡ്യൂട്ടിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങി വന്നതാണ്. അപ്പോഴത്തേക്ക് അവർ ഫുഡൊക്കെ റെഡിയാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഫുഡ് എടുത്ത് കൊണ്ടുപോയി നമ്മുടെ ബീച്ചിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി ഒരുമിച്ച് പോയി എല്ലാവരും കൂടെ ചുറ്റും കൂടിയിരുന്ന് കഴിക്കും. അതിന് കൂടിപ്പോവുക അല്ലെങ്കിൽ കൂടി വേകുക എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് വന്ന വഴിയിൽ പൊറോട്ട, എല്ലായിടത്തും ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ വീഡിയോയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദ്വീപിലെ പെരുന്നാൾ വിശേഷങ്ങളാണ്. അപ്പോൾ നാളെ പെരുന്നാളാണ്, പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആണല്ലോ നമ്മുടെ ഈ ഒരു പെരുന്നാൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഫുഡൊക്കെ എടുത്ത് ബീച്ചിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവെക്കാം. അപ്പോൾ അതേ നമ്മളിന്ന് കൂടിപ്പോകാൻ പോകുന്ന കൂടി വെന്തത്. അപ്പോൾ ഇന്ന് കൂടി വെന്തതാണ് ഈ സംഭവം. അതായത് മന്തി, കുഴിമന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതെ, ആ മതിയല്ലോ. രാത്രി നമ്മള് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് നമുക്കൊരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യും. 200 നമ്മളിപ്പോൾ സാധനത്തിൻ്റെ ഇത് നമ്മൾ ഓരോരുത്തർ അത്ര വീതിച്ചിട്ട് നമ്മൾ ചിക്കൻ, നമുക്ക് എന്താ ഇഷ്ടമുള്ളത് അത് വെച്ച് ചിക്കനാണ് കൂടുതലും പേർക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ചിക്കൻ കൊണ്ട് നമ്മൾ ബിരിയാണി വെക്കും, അല്ലെങ്കിൽ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കും, പിന്നെ കറി നമ്മൾ വെക്കും. അങ്ങനെയൊക്കെ രാത്രി എല്ലാവരും 10-15 നമ്മളൊക്കെ എത്ര ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും കൂടി അങ്ങനെ നമ്മളിങ്ങനെ കൂടി വരും. രാത്രി പെരുന്നാളിന്റെ രാത്രി കൂടി വേഗം, അതായത് എല്ലാവരും കൂടെ കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കും. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കും. ഫ്രണ്ട്സ് ആയിരിക്കും കൂടുതലും അങ്ങനെ കഴിക്കുന്നത്. അവർ തന്നെ ഉണ്ടാക്കി. പിള്ളേരും അങ്ങനെ ഉണ്ട് കേട്ടോ, ചെറിയ പിള്ളേരെല്ലാം അങ്ങനെ ഉണ്ട്. ഇപ്പൊ എൻ്റെ കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചെറിയ മോൻ പറഞ്ഞ് അവർ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഇതുപോലെ, ചെറിയ മോനാ, അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ചിക്കനും ഒക്കെ മേടിച്ച് അവർ പൊരിച്ച് കഴിച്ച്, പൊറോട്ട ഒക്കെ പുറത്തുനിന്ന് മേടിച്ച് കഴിച്ച്. ഇതൊരു രസമാണ് കേട്ടോ. അതായത് സൗഹൃദങ്ങളെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന. രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നാട് കാണാൻ ചുറ്റാൻ പോകുന്നു പറയും. പണ്ട് അങ്ങനെയായിരുന്നു നമ്മള്. ഞാനിവിടെ വന്നിട്ടും കണ്ടിട്ടുണ്ട്. അതായത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ബന്ധുക്കളെയൊക്കെ അറിയാൻ വേണ്ടി പോകും. രോഗി സന്ദർശനം. അതെ, ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും എല്ലാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളുടെ ഒക്കെ വീടുകളിൽ പോകും. ഞാൻ ആ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ പോകുന്ന വീട്ടിൽ ഇപ്പൊ എല്ലാം ബന്ധുക്കളുടെ വീട്ടിലായിരിക്കുമല്ലോ, അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരുണ്ട്. ശരിയല്ലേ? ഇപ്പൊ സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കണമെന്നൊന്നും ഇല്ല. നമ്മളിപ്പോ ഏത് ബന്ധുക്കളുടെ വീട്ടിലാണോ എല്ലായിടത്തും നാളെ ഫുഡുണ്ട്. അതെ, അങ്ങനെ കൂടി തിന്നാനുള്ള ഒരു സംഭവം ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. നോമ്പിന്റെ പെരുന്നാളുണ്ടല്ലോ, നമ്മളെ ചെറിയ പെരുന്നാളിന്റെ അന്നായിരിക്കും ഇത് ഏറ്റവും നല്ലത്. അതെ, എല്ലാവരും കൂടെ കൂടി വെച്ചുണ്ടാക്കുമ്പോൾ അതിനൊരു രസമാണ്. അങ്ങനെ കൂടി തിന്നുക അല്ലെങ്കിൽ കൂടി വേകുക. പറഞ്ഞത് ആ സംഭവം കൂടി പോന്നെ. അതെ, കൂടി പോകുന്നത്. അപ്പോൾ അതെ, ഞങ്ങള് ഇന്ന് നമുക്ക് വേണ്ടി റെഡിയാക്കിയത് ആ കുഴിമന്തിയാ. മന്തിയും മയണൈസും സലാഡും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം സമയം 10:30, രാത്രി 10:30 ആയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇപ്പം എന്തായാലും സമയം 10:30 ആയി. നമുക്ക് കഴിക്കാൻ കൂട്ടത്തിൽ നല്ല അടിപൊളി കട്ടനുണ്ട് കേട്ടോ. കട്ടനും ഷോപ്പൊക്കെ അടക്കിയിട്ട് വന്നതാണ്. നമ്മൾ ഇടയ്ക്കൂടെ ഒന്ന് 10:30 ആയപ്പോഴത്തേക്ക് ഒന്ന് ഇറങ്ങി വന്നതാണ്. നമുക്ക് തിരിച്ച് കഴിച്ചിട്ട് നേരെ തിരിച്ച് പോകാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അതെല്ലാം എടുത്ത് മാറ്റി ഇങ്ങനെ എല്ലാം ഭക്ഷണം അടിപൊളി കാറ്റ് കേട്ടോ, സൂപ്പർ. നമ്മൾ ബീച്ച് സൈഡിലാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി ഫുഡ് കേട്ടോ, അടിപൊളി മന്തി, നമ്മുടെ ദ്വീപ് സ്പെഷ്യൽ മന്തി അല്ലയോ. അപ്പോൾ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു.
കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ദ്വീപിലെ പെരുന്നാളിൻ്റെ തലേ ദിവസം ഇതുപോലെ പൊറോട്ട ഒരുപാട് കടകളിലും അതുപോലെ ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ കെട്ടിയിട്ട് ഇതുപോലെ പൊറോട്ട അടിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് ചെറിയ പെരുന്നാളിനും അതുപോലെ തന്നെ വലിയ പെരുന്നാളിനും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇങ്ങോട്ട് വന്ന വഴിയിൽ കണ്ടതാണ് ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇതുപോലെ ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് പൊറോട്ട അടിക്കുന്നത്. ഇവർ കുറച്ച് നേരത്തെ തന്നെ ഇതുപോലെ പൊറോട്ട അടിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. ഇത് നാളെ വെളുപ്പിന് വരെ ഉണ്ടാവും ഇങ്ങനത്തെ ഈ ഒരു പൊറോട്ട അടി. കൂടുതലും ഇന്ന് രാത്രി, അതായത് പെരുന്നാൾ നാളെയാണെങ്കിൽ ഇന്ന് രാത്രിയെ പെരുന്നാൾ രാത്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിലത്തേക്ക് മിക്ക വീടുകളിലും പൊറോട്ടയും പിന്നെ എല്ലാ വീട്ടിലും ഇറച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും കറി വെച്ച് ഈ പൊറോട്ടയും മിക്ക വീടുകളിലും സ്പെഷ്യലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓർഡർ അനുസരിച്ചിട്ടാണ് ഇവരിങ്ങനെ പൊറോട്ട റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കട മാത്രമല്ല, മിക്ക ഹോട്ടലുകളിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഓരോയിടത്ത് ഇങ്ങനെ സ്റ്റാൾ കെട്ടിയിട്ടും ഇതുപോലെ പൊറോട്ട അടിക്കുന്നവരെ കാണാൻ പറ്റും. വെളുപ്പിന് വരെ ഇവരിങ്ങനെ നിന്ന് പൊറോട്ട അടിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെറിയ പെരുന്നാളിലും അതിന് മുമ്പത്തെ നമ്മുടെ വലിയ പെരുന്നാളിലും ചെറിയ പെരുന്നാളിലും ഒക്കെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെരുന്നാൾ തലേന്നത്തെ ഒരു അടിപൊളി കാഴ്ചയാണ് ഈ കാണുന്ന പൊറോട്ട അടി കേട്ടോ. മിക്കയിടത്തും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ദ്വീപിലെ പെരുന്നാളൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ, അടിപൊളിയാണ്. ദ്വീപിലെ പെരുന്നാൾ വിശേഷങ്ങൾ അടിപൊളിയാണ് കേട്ടോ. തലേ ദിവസത്തെ കുറേ അടിപൊളി കാഴ്ചകൾ, ഇതുപോലെ പൊറോട്ട അടിക്കൽ, പിന്നെ കൂടി തിന്നൽ, അങ്ങനത്തെ കുറേ അടിപൊളി കാര്യങ്ങൾ. പിന്നെ നാളെ പെരുന്നാളായി കഴിഞ്ഞാൽ രാവിലെ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബന്ധുക്കളുടെയൊക്കെ വീടുകളിൽ പോവുക. അതുപോലെ തന്നെ നമ്മളെ ഇപ്പം മറ്റ് ദ്വീപുകളിൽ നിന്നുള്ളവരെ അതുപോലെ തന്നെ മറ്റ് നാടുകളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെ നമ്മുടെ ദ്വീപുകാർ ഫുഡ് കഴിക്കാനായിട്ട് ക്ഷണിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചത്തെ ഫുഡിനും രാത്രിയിലത്തെ ഫുഡിനൊക്കെ നമ്മളെല്ലാവരെയും ക്ഷണിക്കും. അങ്ങനെ ഭയങ്കര സൽക്കാരപ്രിയരാണ് നമ്മുടെ ദ്വീപുകാരെന്ന് പറയുന്നത്. പിന്നെ നാളെ വൈകുന്നേരം, അതായത് പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം എല്ലാവരും, നമ്മൾ കുറച്ച് മുന്നേ കണ്ടല്ലോ, എല്ലാവരും പുതിയ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാം ഇങ്ങനെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകും. പിന്നെ നമ്മുടെ കൊച്ചു പിള്ളേരുണ്ടല്ലോ, ചെറിയ പിള്ളേർ പടക്കം പൊട്ടിക്കും കേട്ടോ. നമ്മളങ്ങനെ പടക്കം പൊട്ടിക്കുന്ന സമയത്തൊന്നും ഇങ്ങോട്ട് വന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാഞ്ഞത്. പിള്ളേരൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടിച്ചൊക്കെ നടക്കും കേട്ടോ. അത് പെരുന്നാളിൻ്റെ തലേ ദിവസം തന്നെ ഇവരിങ്ങനെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങും. അതൊക്കെ നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ദ്വീപിലെ പെരുന്നാൾ വിശേഷങ്ങൾ അടിപൊളിയാണ്, ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദ്വീപിലെ പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇവരിവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നാണ്, നാളെ നമ്മുടെ പെരുന്നാളാണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.